പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിലാണ്. സാധാരണ നമ്മൾ സബർമതി ആശ്രമത്തിലേക്ക് റോഡ് വഴി മറ്റൊരു വഴിയാണ് വരാറുള്ളത്. പക്ഷേ ഇപ്പം നമ്മൾ വേറെ വഴിയാണ് വന്നത്. അപ്പോൾ അറിഞ്ഞപ്പോൾ നമ്മളിവിടെ നമ്മളെ കൂടെയുള്ള വണ്ടിക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടെ ഇപ്പോൾ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ നമ്മളിതിൻ്റെ മറ്റൊരു വഴി കൂടിയാണ് ഇപ്പോൾ വന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നത് നമ്മുടെ ഗ്രാസ് ഹോപ്പറിൻ്റെ റാണോ കച്ച് ഗ്രൂപ്പ് യാത്രയുടെ ഭാഗമായിട്ടാണ്. നമ്മുടെ ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ അവിടെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ നമുക്കിവിടെ എൻട്രി ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്കിവിടെ എൻട്രി ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കയറാം. അവിടെ എല്ലാ ആൾക്കാരും ആ ബോർഡിൽ നിന്ന് ഇതെടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന തിരക്കിലായതുകൊണ്ട് ഞാൻ മെല്ലെ മാറിയിട്ട് നമുക്ക് നടക്കാം. ഇതിപ്പോൾ എൻ്റെ ഒരു 5ാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ ഇവിടെ വരുന്നത്. പലതവണയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ റാണോ കച്ച് യാത്ര വന്നിരിക്കുന്നത് നമ്മുടെ 2 ഗ്രൂപ്പായിട്ടാണ്. ഒന്നൊരു ലേഡീസ് ഓൺലി ഗ്രൂപ്പായിട്ടും പിന്നെ ഒരു മിക്സഡ് ഗ്രൂപ്പായിട്ട് 2 ഗ്രൂപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് റിവറാണ്, സബർമതി റിവറാണ്. ഇത് നമ്മളിപ്പോൾ അങ്ങേ ഭാഗം കണ്ടു. അവിടെ നിന്നാണ് ഇതിൻ്റെ റോഡിൻ്റെ ഔട്ടർ ഭാഗം. അവിടെ നിന്നാണ് ശരിക്കും വരേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ ഇതുവഴി ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് റൗണ്ട് നമുക്ക് അടിക്കാനുണ്ട്. നമ്മളിപ്പം ഗസ്റ്റിന് ഇപ്പോൾ ഇവിടെ ടൈം കൊടുത്തിരിക്കുന്നത് 45 to 1 hour ആണ്. നോർമലി നമുക്ക് 45 minute മതി ഇവിടെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിതിങ്ങനെ നടന്ന് പോവുകയാണ്. ഫുൾ നീറ്റ് ആൻഡ് ക്ലീനാണ്. ഓരോ സെക്ഷനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വരുന്നവർ ബോർഡുകൾ നോക്കിയിട്ട് നമുക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഓരോന്നിനും ഓരോ ഇതായിട്ടാണുള്ളത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇതാണ് ഹൃദയകുഞ്ച്. മഹാത്മാഗാന്ധി താമസിച്ച സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ദണ്ഡിയാത്രയൊക്കെ തുടങ്ങിയത്. ചെരുപ്പൂരി വെച്ച് നമുക്കിപ്പോൾ മെല്ലെ അകത്തേക്ക് കയറാം. കുറച്ച് സമയം സൈലൻ്റ് ആയിരിക്കും. ഇതാണ് കസ്തൂർബ ബൈയുടെ റൂം. ഇത് ഗസ്റ്റുകളുടെ റൂം. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ചിട്ട് നോർമൽ റൂം മാത്രമാണ്. ഇതാണ് അടുക്കള. ഇത് ആ സമയത്ത് ഉപയോഗിച്ച നമ്മുടെ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. ഉപയോഗിച്ച് ആ സമയത്ത് പ്ലേറ്റ്, പാത്രങ്ങൾ, ചെരുപ്പ്. ഇതെന്താണ്? ഇതന്നേരം നെയ്യാൻ വേണ്ടി ഇതാക്കിയ സാധനങ്ങൾ, ചരക്ക. ഇതിപ്പോൾ ഇവിടെ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഞാനിപ്പോൾ വന്ന ശനിയാഴ്ച ഉണ്ടാവുകൊണ്ട് കുറേ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളവിടെ നിന്ന് പുറത്തിറങ്ങി ഇങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് നടക്കുകയാണ്. ഇതാ അങ്ങ് ദൂരെ എയർപോർട്ടിൻ്റെ അടുത്താണ് കേട്ടോ.
ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് കുറച്ച് ദൂരമേ ഉള്ളൂ, നമ്മളിപ്പോൾ 1 മണിക്കൂറൊന്നും വേണ്ട ശരിക്കും. പിന്നെ നമ്മൾ ആ ഒരു ഇതിൽ പറഞ്ഞു തന്നേ ഉള്ളൂ 1 മണിക്കൂർ. ഇതാണ് എക്സിറ്റ്, ഇവിടെയാണ് നമ്മുടെ റോഡ് പണി നടക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മെയിൻ പോയിന്റിലേക്ക് പോകാനുണ്ട്, ഗാലറിയിലേക്ക്. കുട്ടികളെ ഹായ് 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 ഹായ്. പിന്നെ കുറേ കുട്ടികളുണ്ട്. ഹായ് ഹായ്. സുഹൃത്തുക്കൾ, ഇതുവഴിയാണ് സാധാരണഗതിയിൽ മുന്നേ നമ്മൾ വന്നുകൊണ്ടിരുന്നത്, മെയിൻ റൂട്ടിൽ നിന്ന്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത്. കയറിയ പാടെ തന്നെയാണ് ഗാലറി വരുന്നത്. പക്ഷെ ഇപ്പോൾ ആ മെയിൻ്റെനൻസ് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ മറ്റൊരു വഴിയിൽ കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയത്. നമ്മളിപ്പോൾ ഇതുവഴി ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ ഇടതുവശത്തായിട്ടാണ് ഈ ഗാലറി വരുന്നത്. ആ ഗാലറിയിലേക്ക് നമുക്ക് ഇനിയിപ്പം മെല്ലെ ഒന്ന് നടക്കാം. നമ്മളിപ്പോൾ ഇവിടേക്ക് വളഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത്. ഇനി നമുക്ക് വെറുതെ ഒന്ന് പുറത്തേക്ക് കൂടെ ഇതിൻ്റെ ഔട്ടർ ഏരിയ കൂടെ കയറിയിട്ട് നമുക്ക് ഗാലറിയിൽ കയറാം. ഇതാണ് മ്യൂസിയത്തേക്കുള്ള എൻട്രൻസ്. ഇത് മൊത്തം വർക്ക് നടക്കുകയാണ് കേട്ടോ. മുന്നേ വരുമ്പോൾ ഇവിടേക്ക് കുറേ ഫോട്ടോ ഉള്ളതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഈ സൈഡ് കുറച്ച് ഇതുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇനി എന്തായാലും ഒരു 2-3 മാസം ഇതിൻ്റെ മൊത്തം വർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് വരും. ഇനി ഇവരിപ്പം ജസ്റ്റ് നമ്മുടെ സന്ദർശകർക്കായിട്ട് ഒരു സൈഡ് കൂടി ഒരുക്കി കൊടുത്തിയെന്ന് മാത്രമാണ് ഉള്ളത്. ഫൗണ്ടിൻ്റെ ആശ്രമം. ഞാനിങ്ങനെ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. കൂടുതൽ സംസാരിക്കാണ്ട് ഇവിടുത്തെയുള്ള കാഴ്ചകൾ കാണിക്കുകയാണ്. ഇത് ഓരോരോ ആ സമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഫീച്ചറാണ്. നമ്മൾ പിന്നെ എൻ്റെ വീഡിയോ എടുക്കാത്തത്, എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റിൽ അവർ കാണുന്നില്ല, ഇങ്ങനെ ക്ലിയറിങ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും അങ്ങനെ ഒരു ഇതായിട്ട് എടുക്കാത്തത്. ജസ്റ്റ് ഈ ഒരു കാഴ്ചകൾ ഇവിടെ ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് കാണിക്കുക എന്നുള്ളതാണ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏവർക്കറിയാലോ, നമ്മുടെ ചരിത്ര സ്ഥലങ്ങൾ കാണുന്ന ഏറെ ഇഷ്ടമാണ്. നമുക്കിങ്ങനെ പഠിച്ചുകൊണ്ടൊരു യാത്ര നമുക്ക് പൊതുവേ നടക്കില്ല, കാരണം അന്ന് നമ്മളെ മൈൻഡിൽ ഉൾക്കൊള്ളില്ല. ഇതിപ്പം കണ്ട് നമ്മളിനി പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇവിടെ വലിയൊരു ചർക്കയുണ്ട്. ഒരു മ്യൂസിയത്തിനുള്ളിൽ കുറച്ച് നമുക്ക് കാണാനുണ്ട്, പല സെക്ഷനായിട്ട്. ആ കാലഘട്ടത്തിലുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. മറ്റൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. 1915 തൊട്ടിട്ട് 30 വരെയുള്ള സബർമതി ആശ്രമത്തിൻ്റെ ഒരു ഹിസ്റ്റോറി ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്തൊക്കെയാണ് എന്നുള്ളത്. ഓരോ വർഷത്തിൻ്റെയും അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ദണ്ഡി മാർച്ച് 12-ന് ദണ്ഡി മാർച്ച് നടത്തിയതിൻ്റെ ഡീറ്റെയിൽസ്, മെയ് 5-ന് അറസ്റ്റ് വരിച്ചതിൻ്റെ ഡീറ്റെയിൽസ്, നമ്മുടെ പയ്യന്നൂരൊക്കെ ഈ ദണ്ഡി മാർച്ചിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്.
ഒന്നിനായിരുന്നു. ഇവിടെ നല്ലൊരു വെള്ളം കെട്ടി വെച്ചിട്ടുണ്ട്. മീനൊന്നുമില്ല, എൻ്റെ നടുക്കുള്ളൊരു സ്ഥലമാണ്. കുഞ്ഞുമണി, ഇതാണ് നമ്മുടെ യാത്രയിലുള്ള സ്വിമ്മിങ് പൂളല്ല അത്. നമുക്ക് 2 മീനെ പിടിച്ചിട്ടാലോ? ഇല്ലുമണി. കഴിഞ്ഞ മഹാബലേശ്വർ നമ്മുടെ യാത്രയിൽ ഡാൻസ് കളിച്ചില്ലേ? ഏത് പാട്ടിനാണ് കളിച്ചേ? നമുക്കിന്ന് കളിക്കണ്ടേ? ഗുജറാത്തിൽ നിന്ന് അന്ന് ബോക്സ് കൊണ്ടില്ലല്ലോ, ഇന്ന് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഉറപ്പല്ലേ? ഒരു ഡാൻസിന് ഒരു ഐസ്ക്രീം. ഓക്കെ, അപ്പോൾ ഡാൻസ് കളിക്കും തോറും ഐസ്ക്രീമിൻ്റെ എണ്ണം കൂടും. സെറ്റ്? ഡബിൾ. ഓക്കെ. അതാ, അതിനെ നമുക്ക് വിശദീകരിച്ച് പരിചയപ്പെടാം. ആ കുട്ടീൻ്റെ കാലിന് സുഖമില്ല. നമ്മുടെ സ്ഥിരം വർഷങ്ങൾക്ക് മുന്നേ ഉള്ള യാത്രികനാണ് ആൻസിയും വിജിത്തും. അവരെ നമുക്ക് പിന്നീട് പരിചയപ്പെടാം. ഇതാണ് ഗാന്ധിജിയുടെ ഡെയിലി ആക്ടിവിറ്റി ആയിട്ടുള്ളൊരിത്. ക്ലീനിങ് ടോയ്ലറ്റ്, റീഡിങ്, മൈക്രോസ്കോപ്പ് യൂസിങ്, റൈറ്റിങ്, നെയ്ത്ത്, മാർച്ച്, റെസ്റ്റിങ്, ഇങ്ങനെ മൊത്തം ഡീറ്റെയിൽസ്. പക്ഷേ ഇതെല്ലാം എല്ലാ ദിവസവും മാർച്ച് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇതിൽ കണ്ട കാര്യം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ മറ്റൊരു ഹോളിലേക്ക് പോകാം, എക്സിബിഷൻ ഗ്യാലറിയിലേക്ക്. ഇത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ വിസിറ്റേഴ്സ്, നമ്മളിവിടെ ഇവിടെ വന്ന വിസിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. നമ്മളിത് ജസ്റ്റ് പറയുന്നുള്ളൂ. നമുക്ക് ഫോട്ടോ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്നും എത്തിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് വന്ന് കാണേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഫോട്ടോ എക്സിബിഷനാണ്. ഓരോ വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള ഇതാണ്. ഇതിപ്പം ഇത് യാത്രയെ കുറിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ടോട്ടലി ഉള്ള എക്സിബിഷനാണ് ഇതുള്ളത്. നമ്മളിപ്പോൾ ഏകദേശം ഒന്ന് കറങ്ങിത്തിരിഞ്ഞ് വരികയാണ്. ഇനി നമുക്ക് മെല്ലെ പുറത്തേക്ക് നമുക്ക് ഇറങ്ങാം. എല്ലാ ആൾക്കാരും പല വഴിയുള്ളത്. ഇനി ആൾക്കാരൊക്കെ ഒന്ന് യോജിപ്പിക്കാനുണ്ട്, കൂട്ടിയോജിപ്പിക്കാനുണ്ട്. ഓക്കെ, ഇത് കുട്ടികളിപ്പോൾ ഇവിടെ വന്ന് അർമാദിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, വീണ്ടും നമ്മുടെ ഗ്രാസ് ഹോപ്പറിൽ യാത്രാ വീഡിയോകൾ ചെറുതോതിൽ വരികയാണ്. ഹായ്. അപ്പോൾ ഹായ് ഗായ്സ്. കുട്ടികളിപ്പോൾ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കുറേ കുട്ടികളിങ്ങനെ ഹായ് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ വീണ്ടും യാത്രാ വീഡിയോകൾ ഇനി വരുന്നതാണ്. അപ്പോൾ എവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. ചെറിയ തോതിലൊക്കെ വീഡിയോകൾ നമുക്കിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഗുജറാത്തിലെ അടുത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം. അപ്പം ബൈ.